1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഒട്ടും വൈകിക്കേണ്ട ആദ്യത്തെ സ്കിറ്റിലേക്ക് പോവാം. പക്ഷെ ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, ഹായ്. ഷാജൻ ചേട്ടാ, ഹലോ. ബിജുകുട്ടൻ ചേട്ടാ, നമസ്കാരം. 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 ഇപ്പൊ കാര്യക്കാർ റെഡി ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്കിറ്റിലേക്ക് പോകാം. സമയം കളയാൻ വിളിച്ചോളൂ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിലേക്ക് അടുത്തതായി ഒരു സ്കിറ്റുമായി എത്തുന്നു വിഷ്ണു, രാജ്മോൻ ആൻഡ് അഭിലാഷ്. വേറെ അതെ, കുറച്ചു കാലമായിട്ട് എന്റെ കടയിൽ ഒരാൾക്കാരും കയറുന്നില്ലായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച മന്ത്രി ഇവിടെ മന്ത്രി വന്നിട്ടുണ്ടല്ലോ, എന്റെ കടയിൽ നിന്ന് കപ്പയും മീൻകറി കഴിച്ചു. അതിനുശേഷം ഈ കട അങ്ങ് ഭയങ്കര ഫേമസ് ആയി. നമ്മളിവിടുത്തെ മെമ്പർ ഉണ്ടല്ലോ, അവൻ ആ മന്ത്രി ഇവിടെ കൊണ്ടുവന്നത്. എന്തോ പറയാനാ പറയാം. അതുകൊണ്ട് പത്രക്കാർ വന്ന്, TV കാർ വന്ന്, ഇന്ന് വേണ്ട, ഞാനിപ്പോ മൊത്തം വൈറലായിട്ട് നിൽക്കുക. അതിന് സന്തോഷമില്ല. കുറച്ച് പണിയുണ്ട്, ചേട്ടാ തീർത്തില്ല കേട്ടോ. അയ്യോ അയ്യോ, ഒരു മുതുകാലൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ട് മുടിഞ്ഞ ശല്യമാണ്. ഇവിടെ വന്നില്ല, പശയില്ലേ, പശ ഒട്ടുന്ന പോലെ വന്ന് ഒട്ടിരിക്കും. ചട്ടുകത്തിന് കുത്തില്ല, ഇളകിപ്പോത്തില്ല. എന്തോ ശല്യമാണെന്നറിയാവോ? അങ്ങനോട് പറഞ്ഞു കൊടുക്കല്ലേ ഞാനിവിടെ ഉണ്ടെന്ന്. ഞാനൊന്ന് മാറി നിൽക്കുവാണേ കേട്ടോ. ഈ കടയും തുറന്ന് മലത്തിയിട്ടിട്ട് ഇവളിത് എവിടെ പോയേക്കുവാ? ബസു, ബസുമതി, ഋതുമതി, ഇനി ഉണരൂ, ഇവിടെ വരൂ, ഹിന്ദു പുഷ്പഹാരമണിയോ. ഏറി പോകാൻ ഇത് മെട്രോ ട്രെയിനൊന്നും അല്ലല്ലോ, നിന്റെ പുഴുങ്ങിയ കടയല്ലേ. എന്റെ കടയെന്ന് പറഞ്ഞേക്കല്ല്. എന്റെ കട ഇപ്പൊ മന്ത്രി വന്നിട്ട് ഭയങ്കര വൈറലായിട്ടിരിക്കുന്ന കടയാ. അല്ല, ഞാനും അത് ആലോചിക്കുക, ഈ മന്ത്രി ഇവിടെ വന്ന് കേറിയിട്ട് എന്തുവാ കഴിച്ചത്? കപ്പയും മീൻകറി. ഞാനും ഇവിടുന്ന് കപ്പയും മീൻകറിയൊക്കെ സ്ഥിരം കഴിക്കുന്നതാ. ചിലതിന് ഉപ്പില്ല, ചിലതിന് പുളിയില്ല, ചിലതാണ് വേവത്ത പോലും ഇല്ല. ഇവിടെ കടയിൽ നിന്ന് ഞാൻ വെന്തിറച്ചി കഴിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2008 ഡിസംബർ 14 ആയിരുന്നു. അതൊന്നും ഇത്ര അങ്ങ് ഓർത്തിരിക്കാൻ. എന്നാ നിന്റെ കട കത്തിയത്. അന്ന് ഇവിടെ ഇരുന്ന എല്ലാ ഇറച്ചിയും വെന്ത്. എന്റെ വായിരിക്കുന്നൊന്ന് കേക്കല്ലേ. വായിലിന്റെ കേക്ക് വെച്ചേക്കുന്നത് എടുത്ത് തലമാരിലോട്ട് വെക്ക്, ആളുകൾ കാണട്ടെ, കടയിൽ ആള് കയറട്ടെ. അയ്യോ, എവിടെ ഇത്ര നാളും കണ്ടില്ലല്ലോ. ഞാൻ കുറച്ച് രാജ്യങ്ങളിലൊക്കെ കറങ്ങി അടിച്ചിട്ട് വന്ന് നിൽക്കുക. മക്കടുത്ത് പോയിരിക്കുവായിരുന്നു. പിള്ളേരുടെ അടുത്ത്. അതിന്റെ അറിയാനുണ്ട് കേട്ടോ. എന്താ കാലേതാണ്ട് സോച്ചൊക്കെ മാറിയിട്ടോണ്ട് വന്നിരിക്കുന്നു. യോ, ഇത് മാറിയിട്ടേക്കുമല്ല. പിന്നെ യോ, ഇത് കേരളത്തിൽ നോക്കുമ്പോഴേ ഇത് മാറിക്കിടക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഇതാ ഫാഷൻ. ഇത് ഫാഷനൊന്നും അല്ല, ഇത് ജോഡി മാറി കിടക്കുവേ. അല്ലെന്ന്. എന്റെ ദൈവമേ, ഇത് മാറുവാണെങ്കിൽ ഇതും മാറിപ്പോവണ്ടേ? ഇപ്പൊ ശരിയാ. അതാ ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവിടെ വെക്ക്. അതല്ല, നിന്റെ ഭർത്താവ് ചന്ദ്രൻ ഇപ്പൊ എന്തോ പറയുന്നു. എന്താ പറയണ്ടേ? എല്ലാരും പറയുന്ന പോലെ വാ കൊണ്ട് പറയും. അതല്ലേ വെച്ചാ പറഞ്ഞത്. പിന്നെ അവനെ ഈ അടുത്തെങ്ങാനും നീ ജയിലിൽ പോയി കണ്ടായിരുന്നോ? എന്റെ അച്ചായ, ഞാൻ പോയി കണ്ട്. പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞു വെച്ചേക്കുവാ. അവൻ കാണിച്ച ഓരോ തോന്നിവാസത്തിന് അവൻ ജയിലിൽ പോയി കിടക്കുന്നത്. അവൻ എന്നോട് എന്തോ കാണിച്ചെന്നറിയാവോ? എന്നോട് എന്തോ കാണിച്ചു? വെടിക്കെട്ടുകാരനായിരുന്നു ഇവിടെ ഭർത്താവ് ചന്ദ്രൻ. അപ്പൊ റേഞ്ചർ സാഹിബ് അതല്ലെന്ന് പറഞ്ഞത്. എടി, ഇവൻ വെടിക്കെട്ട് നടത്തുന്നവനല്ലായിരുന്നോ? ഇവൻ ഒരു പണിക്കും വേലക്കും പോവാതെ പെരക്കാത്ത് കോണഞ്ഞു കുത്തിയിരിക്കുന്ന ഒരുത്തനായിരുന്നു. ഞാൻ അങ്ങനെ അവന് സഹായം ചെയ്ത് എന്താണെന്നറിയാവോ? എന്റെ പള്ളി പെരുന്നാളിന് അവന്റെ വെടിക്കെട്ട് ഞാൻ സ്പോൺസർ ചെയ്തു. എന്നിട്ട് ഇവൻ എന്താ കാണിച്ചെന്നറിയാവോ? വെടിക്കെട്ട് നടത്തി കാണും. അല്ല, പിന്നെ ഇവൻ 2-3 ചാക്ക് കരിമരുന്നും കമ്പിത്തിരിയും കപ്പയും കക്കയിറച്ചിയും കള്ളും കൂടി ചാടിച്ച് കയറി വാ. മാറിപ്പോയി. ഇവൻ 5-10 ചാക്കിനകത്ത് കരിമരുന്ന് വരുവാ. പെരുന്നാളല്ലേ, ഞാൻ കുറച്ച് പോത്തിറച്ചിയൊക്കെ മേടിച്ചു വലിയ ഗവേൽ ഇങ്ങോട്ട് നടന്നു വരുമ്പോ ഈ മുടിഞ്ഞവൻ എന്താ ചെയ്യുമെന്നറിയാവോ? ഈ കരിമരുന്ന് ചാക്കിന്റെ പുറത്തിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. എന്നെ കണ്ടതും ബഹുമാനമാണെന്നും പറഞ്ഞ് ആ സിഗരറ്റ് കുറ്റി കരിമരുന്ന് ചാക്ക കുത്തി കെടുത്തി. എന്നിട്ട് ശക്തിമാൻ കറങ്ങി പോകുന്ന പോലെ ഒറ്റ പോക്കായിരുന്നവൻ. പോകുന്നതിന്റെ ഇടക്ക് എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അച്ഛനെങ്ങനെ അവന് പോയത്? ആ ഒരു എലിവാണത്തിൽ കയറി വീട്ടിൽ പോയി. അതൊക്കെ പോട്ടെ. നിന്റെ അമ്മക്ക് സുഖമാണോ കൊച്ചേ? അയ്യോ, അമ്മ സുഖമായിട്ടിരിക്കുന്ന അച്ചായ. പിന്നെ കാലിനൊക്കെ ഇച്ചിരി നീരുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ തണുപ്പിന്റെ ആണെന്ന് കൈക്ക് ഭയങ്കര പെരുപ്പ്. പിന്നെ ആസ്മയുടെ ഒക്കെ കുഴപ്പമുണ്ട്. പിന്നെ ഈയിടെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടാണ് അമ്മ സുഖമായിട്ടിരിക്കുന്നത്.
അച്ഛനോട് സംസാരിക്കാൻ സമയമില്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങ് ചെയ്യട്ടതാ. നീ എന്തോ കാണിക്കുവാടി? ഞാൻ ഇച്ചിരി കപ്പ കഴിവ് വെച്ചേ. ആ ചരിവം അങ്ങോട്ട് മാറ്റി വെക്ക്. എന്തോ ചരിവം മാറ്റി വെച്ചാൽ അവിടെ വെള്ളം വീഴത്തില്ല, അവിടെ അഴുക്കാകത്തില്ലെന്ന്. ഇത് എന്റെ കട, എനിക്കറിയാം കേട്ടോ അവിടെ അഴുക്കായിരിക്കുന്നത്. വളച്ചിലെടുക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് പറയുന്നൊന്നും പിടിക്കത്തില്ല, അതാ പ്രശ്നം. ചെയ്യാനാന്ന് പറയാം. ഞാൻ പറഞ്ഞ സാധനം എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ. എല്ലാരും ഇതുപോലെ എന്തുവാ കാരണം? ഞാനിവിടെ മന്ത്രിയൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കഴിച്ചില്ലയോ? പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും എന്തിനാ വേണ്ടത്? നീ വന്നോണ്ട് ഞാനിപ്പോ ഭയങ്കര വൈറലായിട്ട് നിൽക്കുവോ. വന്നല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇപ്പഴാ സുനിയുടെ വില ഓരോരുത്തർക്ക് മനസ്സിലായോ? ഞാനിവിടെ ഇപ്പൊ എന്നെ എന്താണ് നീ മൈൻഡ് ചെയ്യാതെ പോയത്? അപ്പച്ചായിക്ക് അറിയാമല്ലോ, ഞാൻ എല്ലാവരും ഓടി എത്തണ്ടായ അപ്പച്ചാ. നീ ഇപ്പൊ എന്തോ അവൾക്ക് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് കൊടുത്തത്? പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത വേറെ ഒന്നുമല്ല, 2 താറാം മുട്ടയാ. നിന്റെ താറാവ് മുട്ടയൊക്കെ ഇടുവോടാ? എന്റെ താറാവ് മുട്ടയിടാ, തെങ്ങ കയറി തേങ്ങ ഇടാൻ പറ്റുമോ? ഓ മപ്പാസ് അടിക്കണം. എന്തുവാ കാണാനെയാണോ? അല്ലല്ല, നീ ഇപ്പൊ അടിച്ച കൗണ്ടറിനെ ഒന്നും അടിച്ചോണ്ട് കാര്യമില്ല. മറ്റേ ബെന്നി എന്ത് ചേച്ചാ? അവൻ തട്ടേല തട്ടേ കയറിയിരിക്കുന്ന, താഴെ ഇറങ്ങിയിരിക്കാൻ സ്ഥലമില്ല. എടാ അടൂരിനടുത്ത് തട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അടുത്ത് അവനൊരു സ്കൂളിലെ വാദ്യാരാ. വാദ്യാരാ പ്രതി ആരാന്ന് അവിടെ പോയി തിരക്കി, അങ്ങനെ കോടതി പോയി തിരക്കണ്ടായോ? എടാ വാദ്യാരെന്ന് പറഞ്ഞ എങ്ങനെ അറിയാനാ? സ്കൂളിൽ പോയാലല്ലേ വാദ്യാരെ സ്കൂള് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നീ ശരിക്കും ഈ പഞ്ചായത്തിലെ മെമ്പർ ആകാൻ യോഗ്യ. അതുകൊണ്ടല്ലേ എന്നെ ഇവര് ഇത്രയും നാൾ മാറ്റാതെ വെച്ചേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. നീ കണ്ടായിരുന്നു ഇവന്റെ പ്രകടനം? അയ്യോ, ഞാൻ കണ്ടായിരുന്നു. കൊച്ചനെ എന്തുവായിരുന്നു ടി വിക്കകത്ത് കിടന്ന്, പോലീസുകാരുടെ കിടന്ന് അങ്ങ് വിറകുമായിരുന്നല്ലോ നീ. അതെന്തുവന്നറിയോ? ഞാൻ ഈ പുതുപ്പറമ്പിലൊക്കെ പോകുന്നോണ്ടേ, പുതുപ്പറമ്പിലെ രമേശന്റെ ഇളയ അനിയന്റെ ചേച്ചിയുടെ മോടെ ഈ എവിടെ കയറി പോവാ? നീ പുതുപ്പറമ്പ് മറന്നു പോകുന്നത് പിടിച്ചെടുക്കട്ടെ. മറ്റേ നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ ഇല്ലയോ വെച്ചാ? എടാ പൊതുപ്രവർത്തനം അത് തന്നെ, അതെനിക്ക് കിട്ടത്തില്ല. അതുപോലും അറിയാതെ മെമ്പർ ആയേക്കുവാ. നിനക്ക് ഇത് തന്നെ വേണം. ഞാൻ എന്തോ ചെയ്യുന്നത്? നീ അല്ലേ ഇവൻ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത്? അച്ചാൻ കൊടുത്തില്ലായിരുന്നു. ഞാൻ ഇവൻ ജയിക്കുമെന്നും പറഞ്ഞ് നോട്ടൊക്കെ ഇട്ടാ കുത്തിയത്. ഊട്ടക്കകത്ത് വിരലും പോയി. നീ എന്തിനാ ഇന്നലെ ഫോൺ എടുക്കാഞ്ഞ്? വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്റെ താമസം മാറ്റമായിരുന്നു. താമസമാറ്റത്തിന് പോട്ടെ, അവിടെ കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് കൈവക്കി കാണിച്ചല്ലോ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചങ്ങ് അച്ചാറായി പോയി. ഞാൻ പിന്നെ ഒരു വലിയ ഭരണിക്കകത്ത് കയറി ഇരിക്കാൻ വയ്യായിരുന്നു. അടിച്ചപ്പോ അച്ചാറായെന്ന് പറഞ്ഞ് എന്റെ ചേട്ടൻ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ബോണ്ടാ പോലെ ഇരിക്കുവോ കൊച്ചേ? അതല്ലെന്ന് അടിച്ചങ്ങ് അച്ചാറാവുന്നു. ആണോ? എല്ലാരും അടിച്ച അച്ചാറാ. പിന്നെ എടാ നീ ഇങ്ങനെ വെള്ളം ഒന്നും അടിച്ച് ഇങ്ങനെ നടക്കരുത് കേട്ടോ. നിനക്ക് എത്ര പിള്ളേരാ? എനിക്ക് 2 മക്കളാ. അയ്യോ, എന്നാ ആശുപത്രി കൊണ്ട് കാണിക്ക്. എന്താ നിനക്ക് 2 പൊക്കളുണ്ടെന്ന് പറഞ്ഞു? 2 മക്കളാന്നാ പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ കാര്യമാ പറഞ്ഞത്. പറയുന്നേ കേട്ടോ, കളിയാക്കോ എന്തോ പറഞ്ഞാലും. അവനെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? അവൻ ഒരുപാട് പ്രവർത്തനം ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട്ടെ, ഇവൻ എന്തോ ചെയ്തെന്നാ ഈ പറയുന്നത്? ഇവൻ എന്ത് പ്രവർത്തനം ഈ നാടിന് വേണ്ടി ചെയ്ത്? അത് പറ. എന്റെ അച്ചായ ഒരു 10-35 വീടുണ്ട് ആ മേളില്. അവിടെ ഒരു ചെറിയ ഉണുക്ക് വഴിയായിരുന്നു. ഇവൻ അവിടെ റോഡ് വെട്ടി കൊടുത്തത്. റോഡ് വെട്ടിയത് ഇവനാ? കാശ് ചെലവായതാർക്കാ? കാശ് ചെലവായ പഞ്ചായത്തിന് അല്ലാതെ ആർക്കാ? എനിക്കാ കാശ് ചെലവായ. നീ വെട്ടിയ റോഡിന്റെ കുഴി ചെന്ന് ഞാൻ വീണ് എന്റെ മൂക്കിന്റെ പാലവും പോയി ചിരട്ടയും പോയി. ആശുപത്രി കിടന്നിട്ട് കാശ് ചെലവാക്കിയത് ഞാനാ. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് കാലും കൈ ഓടിച്ചിട്ട് പൈസ ചെലവായത് ഞങ്ങളാണ് കുറ്റക്കാരൻ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, പ്രായമായി കഴിഞ്ഞാൽ അവനവന്റെ ആരോഗ്യം നോക്കി വീട്ടിൽ ഇരിക്കണം. അയ്യോ, ഞാൻ എന്റെ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇന്നലെ ഞാൻ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയതാ. അവിടെയാണ് ഈ പെമ്പിള്ളാരുണ്ട്. ഇവരാണ് കുത്തിയിട്ട് ബ്ലഡ് എടുക്കും. എന്നാ പെമ്പിള്ളാരല്ലേ, കൊതുകായിരിക്കും. അല്ലെന്ന്, ഇവര് ഞരമ്പേലിട്ട് കുത്തൂടാ. ഈ ഞരമ്പ് കിട്ടാതായപ്പോ വേറൊരു കൊച്ചു അവിടെ കൊണ്ട് പറയുക ഞരമ്പ് കിട്ടത്തില്ല, ആ ഞരമ്പായി ഇരിക്കുന്നു. അത് ശരിയാ, അത് കറക്റ്റാ പിള്ളേർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ പോകാത്ത. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ടാ ടെസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ? അങ്ങനെ വെച്ചാൽ ബ്ലഡ് കുത്തും, നക്കി നോക്കും. മധുരമുണ്ട്, പഞ്ചാരയുണ്ട്, ഉപ്പുണ്ട്, പ്രഷറുണ്ട്, അടി മേടിക്കും. ഇപ്പൊ എന്റെ ബ്ലഡിൽ പോലും പഞ്ചാരയില്ല. അച്ചാന്റെ ബ്ലഡിനകത്തല്ല പഞ്ചാര, അച്ചാന്റെ നോട്ടത്തിലാ മുടിഞ്ഞ പഞ്ചാര. നിങ്ങളിങ്ങനെ പഞ്ചാരയും തേയിലയും ഒക്കെ വെച്ച് കളിച്ചോ. ഇവിടെ പുലി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഈ പുലിയെ പിടിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സമാധാനം പറയണം. പുലിയെ പിടിക്കുന്ന കാര്യം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. നല്ല കാര്യം ഒന്നും ചെയ്താൽ നിങ്ങൾ അറിയത്തില്ല. പുലിയൊക്കെ ഞാൻ പിടിച്ചോ? പിന്നെ എപ്പോ? കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ 11:30 എനിക്കൊരു കോൾ വന്നു. പുലിയാണോ വിളിച്ചത്? പുലിയല്ലെന്ന് നാട്ടുകാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മെമ്പറെ ഓടി പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുലി എന്നെ നോക്കി നിൽക്കുക. മെമ്പറല്ലേ, മെമ്പറെ കാണാൻ വേണ്ടി പുലി നിൽക്കുക. എന്നിട്ട് ഞാനത് പുലി എന്റെ നേരെ ചാടി ഒരൊറ്റ വരവായി. വേറെ ഏതവനാന്നേലും ഉണ്ടല്ലോ തിരിഞ്ഞു ഓടിപ്പോയി. നീ ബോധം കെട്ട് വീണു? ഞാൻ ബോധം കെട്ട് വീണില്ല. പുലിയുടെ കൊമ്പിലെല്ലാം കൂടെ പിടിച്ചിട്ട് കറക്കി പിടിച്ചൊരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ഏറ് കൊണ്ട് അവിടെ ചെന്ന് വീണത് എന്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് അപ്പോഴേ ബോധം പോയി. അല്ല, ഈ പുലി വന്നതും നീ പിടിച്ചതും ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഈ കൊമ്പുള്ള പുലിയെ ഇതുവരെ കേരളത്തിൽ എങ്ങും കണ്ടു കിട്ടിയിട്ടില്ല. നീ നാളെ എന്റെ പാറക്കോറി വരണം. അവിടെ പുലി ഇറങ്ങി. അല്ല, അവിടെ എനിക്ക് ഈ പാറ പൊട്ടിക്കാൻ വേണ്ടി കരിമരുന്ന് കിട്ടുന്നില്ല. നീ ചുമ്മാ ഒന്ന് വന്ന് അവിടെ നിന്നാ മതി. 4 വശത്തുനിന്നും പൊട്ടും പാറ. ആ മാതിരി വെടിയാ വെച്ചോണ്ട് അവനെ കളിയാക്കുന്നത്. എന്തോ കളിയാക്കാൻ? ഇവൻ ഒന്നും ചെയ്യത്തില്ല. ഇവൻ വെറും ഒരു കിഴങ്ങനാ കൊച്ചേ. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് എല്ലാം സത്യം. ഫോൺ അടിക്കുന്നു നോക്കട്ടെ. അവൻ മന്ത്രി, മന്ത്രിയുടെ പിയ കണ്ടോ? ഹലോ പിയ സാറേ, ആണോ? എപ്പോ? പറയരുത്. അയ്യോ, അങ്ങനെ സംഭവിച്ചോ?
എന്റെ തമ്പുരാനെ, അച്ചായോ ആകെ പ്രശ്നമായി, മൊത്തത്തിൽ പ്രശ്നമായി. ചേച്ചി അകത്തു പോകും, ഞാനും അകത്തു പോകും, അച്ഛനും അകത്തു ഞാൻ എന്തിനാണ് അകത്ത് പോകുന്നത്? സംഭവം എന്തോന്നറിയാം, മന്ത്രി ഇവിടെ വന്ന് ഫുഡ് കഴിച്ചില്ലേ, അങ്ങനെ ഫുഡ് പോയ്സൺ കിട്ടിയെന്ന്. അത് കൊള്ളാം. ഞാൻ എത്ര ദിവസം കൊണ്ട് ഇവിടെ വന്ന് കയറുന്നടി, നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് വെച്ച് തരാൻ തോന്നിയോ? എന്തോന്ന് പുട്ടുകൊണ്ട് പായസം. ഫുഡ് പായസം ഉണ്ടാക്കി നല്ല പറഞ്ഞത്. ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? ചേച്ചിക്ക് മനസ്സിലായോ? ഇല്ലടാ. ഭക്ഷ്യവിഷബാധ അടിച്ചെന്ന്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ, അയ്യോ, എന്താ ഇവിടെ? അച്ചായ എന്തേലും ഒന്ന് ചെയ്യച്ചായ, അച്ഛാ എന്തേലും ഒന്ന് ചെയ്യച്ചായ, അച്ഛാ എന്തേലും ഒന്ന് ചെയ്യച്ചായ. ഇപ്പൊ നിൽക്കുമ്പോ ഞാൻ എന്തോ ചെയ്യാനാ? അവൻ പഞ്ചായത്ത് മെമ്പർ അല്ലേ, അവനല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ഞാൻ എന്തോ ചെയ്യാനാ? നിനക്ക് മന്ത്രിമാരൊക്കെ പരിചയമുണ്ടല്ലോ, നീ ഒന്ന് മന്ത്രി ഒന്ന് വിളിച്ച് പറയടാ. എനിക്കൊരു മന്ത്രിയെ പരിചയമുണ്ട്. എന്നാ വിളിക്ക്. ആ പുള്ളിക്കാരനെ ഇപ്പൊ ആശുപത്രി കിടക്കും. ഇനിയിപ്പോ എന്തോ ചെയ്യണോ? അച്ചായ എന്താ അച്ചായ? നീ വിഷമിക്കൊന്നും വേണ്ട. ആ ഫോണിങ് തന്നെ ഞാൻ വിളിച്ചു തരാം. ഞാൻ വിളിക്കാം. ഞാൻ ഒരു വക്കീലിനെ വിളിച്ചു ചോദിക്കാം. പേടിക്കണ്ട, ഇങ്ങനെയുള്ള അപകടഘട്ടത്തിലെങ്കിലേ ഇടപെടാൻ പറ്റുള്ളൂ. ഹലോ, ഞാനാ കുഞ്ഞപ്പിച്ചാൻ തന്നെ. നമ്മുടെ മന്ത്രിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ 2 പ്രതികൾ ഇവിടെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ കൈയോടെ കൊണ്ടുപോകാം. എടി, ഞാൻ ഇവിടെ വന്നപ്പോ നിനക്ക് എന്തോ അഹങ്കാരമായിരുന്നു. നീ മന്ത്രി വന്ന് തലക്കറയും കപ്പിയും കഴിച്ച് നീ അങ്ങ് വൈറലായി. നീ ഒരു കാര്യം ഓർത്തോ, എത്ര വൈറലായാലും ചെറിയൊരു കാര്യം മതി തറയിൽ വരാൻ. ഓടി വാസുമതി. അപ്പോൾ സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എങ്ങനെയുണ്ട് ബിജുചേട്ടാ? അഭിലാഷ്, വിഷ്ണു, രാജിമോൻ, നിങ്ങളോട് റിഹേഴ്സലിന്റെ കുറവുണ്ടാന്ന് ചോദിക്കാനേ പറ്റില്ല. കാരണം നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നും മറന്നു പോയിട്ടില്ല. നല്ല ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ തമാശകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ വേണ്ട സംഭവം ഇല്ല. അതായിരുന്നു പ്രശ്നം. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 1,30,000 രൂപ വാങ്ങിച്ച ആൾക്കാരാണ്. അടിക്കടി കൗണ്ടറുകൾ പറയുന്ന ആൾക്കാരാണ്. സ്കിറ്റ് ഉടനീളം കൗണ്ടറുകളും തമാശകളും പൊട്ടിച്ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഏരിയയിൽ കുറവുണ്ടോ അവിടെ നികത്തനാന്ന് നോക്കുള്ളൂ. പക്ഷേ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ പഠിച്ചു വെച്ചത് പറഞ്ഞ്, പക്ഷേ ഇവിടെ വേണ്ട സാധനം തമാശകൾ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ സോക്സിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ചിരിച്ചെങ്കിലും പിന്നെ അങ്ങോട്ടൊന്നും എനിക്ക് വലുതായിട്ടൊന്നും ചിരിക്കാനുള്ളൊരു അവസരം എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയില്ല. അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ? രാജ്മോൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നസീർക്ക കഴിഞ്ഞ ഒരു സ്കിറ്റിനൊരു കമൻറ്റ് പറഞ്ഞിരുന്നു. കാര്യം രാജ്മോൻ ഒരു ഒരു ബംഗാളി കഥാപാത്രമായിട്ട് വന്നിട്ട് ഇവിടെ 1,30,000 രൂപ വരെ അടിച്ചു എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. അതിനൊരു പ്രത്യേക അഭിനന്ദനം നിങ്ങളെ 3 പേരെ അറിയിക്കുന്നു. അടിപൊളി. പക്ഷേ ഇത് എനിക്കൊട്ടും മറക്കാനില്ല. കാര്യം ഇതൊരു നാടകം കണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. കാര്യം ഒരു തമാശയുമില്ല, തമാശ ഒന്നുമില്ല. നിങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോവുക, അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. ഒന്നും നിങ്ങൾ മിസ് ചെയ്തില്ല. ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ കാണാതെ പഠിച്ചത് നിങ്ങൾ അതേപോലെ പെർഫോം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് തമാശന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ആ തമാശകൾ കൂടി വേണം സ്കിറ്റിൽ, എന്നാലേ നമുക്കിവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പം നല്ല നല്ല പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക? ഇത് വേണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് ഇത് വേണ്ടായിരുന്നു നിങ്ങൾക്ക്. കാര്യം നിങ്ങൾ സ്കോർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളിത് സെലക്ട് ചെയ്ത് തന്നെ ശരിയായില്ല. ഇതിൻ്റെ ഇൻട്രോ കൊള്ളാം. ഇൻട്രോയിലെ ആ പോർഷൻ, അതായത് മന്ത്രി വന്ന് ചായ കുടിച്ച ഒരു തട്ടുകട, ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ടാക്കി കളിക്കാമായിരുന്നു വേണമെങ്കിൽ. അവിടെ നിന്ന് നല്ലതൊരെണ്ണം പിടിക്കായിരുന്നു. പക്ഷേ ആ ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ. അതിൻ്റെ ബാക്കിലേക്കുള്ളത് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒന്ന് അഴിഞ്ഞാടി കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. കൗണ്ടറുകൾ എന്ന് പറഞ്ഞാൽ ഏരിയ കൂടെ പോയിട്ടില്ല. നമ്മൾ ഇത്രയും വേദിയിൽ കയറി ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഒരു 5 എണ്ണമെങ്കിലും അല്ലെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും വേണ്ടേ? ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ലാതായി. അത് മാറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് കൂടുതൽ പറയുന്നില്ല. അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കമന്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് സ്കോറിലേക്ക് കടക്കാം. ബിജു ചേട്ടാ? ഞാനൊരു 5,000 രൂപ കൊടുക്കാം. 5,000. ഷാജൻ ചേട്ടാ? ഞാനൊരു 4,000 രൂപ കൊടുക്കും. ആ ഓക്കെ, അങ്ങനെ 5ഉം 4ഉം 9,000 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ ആയിട്ടുള്ളത്. ബാക്കി ഇതാ ഇക്കാ ദാണ്ട കിടക്കുന്നു. ഓക്കെ, 15,000 15,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. സാരില്ല, എന്നാലും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പെർഫോമൻസിൽ സിൽവർ പഞ്ചോ ഗോൾഡൻ പഞ്ചോ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും ഒരു സ്കിറ്റ് കണ്ടാലോ? അതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വിനിൽ, ബിനുരാജ് ആൻഡ് ചിഞ്ചുറാണി. വേറെ
तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला കൊന്നെ തൂ ഉണ്ണിയേട്ടൻ ഞാൻ ഉണ്ണിയേട്ടന്റെ ഭാര്യയല്ലേ? കുറച്ചു നേരം ഞാൻ വിചാരിച്ചു ഞാനങ്ങ് ബോംബെയിലായിരിക്കുമെന്ന്. നീ പേടിച്ചു പേടി. നീ എന്തിനു പേടിക്കുന്നത്? ഞാൻ നിന്റെ ഉണ്ണിയേട്ടനല്ലേ, പേടിക്കണ്ട കേട്ടോ. എനിക്കറിയാവുന്ന എന്റെ ഉണ്ണിയേട്ടൻ ഇങ്ങനെ ഒന്നും അല്ല. ആഹാ എടി, ഞാൻ ഹിന്ദി പഠിച്ച എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? ഞാൻ കുറച്ച് നാളങ്ങ് ബോംബെയിലായിരുന്നു, ധാരാവിയിൽ. അവിടെ നിന്ന് പഠിച്ചതാണ് ഈ ഹിന്ദി. അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്രാജ്യം മൊത്തം കെട്ടിപ്പടുത്തത്. എന്റെ സാമ്രാജ്യം, മനസ്സിലായാടി? ഉണ്ണിയേട്ടാ, എന്റെ അടുത്ത് വരുമ്പോഴെങ്കിലും ഉണ്ണിയേട്ടനെ ഹിന്ദി മറന്നുകൂടെ? ഹിന്ദി മറക്കാനോ? എങ്ങനെ മറക്കും? ബോംബെയിൽ പരിചയപ്പെട്ടതും കാണുന്നതും എല്ലാം ഹിന്ദിക്കാർ. അവരോട് ഞാൻ സംസാരിച്ച് ഹിന്ദി ആയതാണ്. നിന്നെ മറന്നാലും ഞാൻ എന്റെ ഹിന്ദി മറക്കൂല, അറിയാവടി? ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ എന്തിനാ ഈ ബോംബെ പോകുന്നത് എപ്പോഴും? അവിടെ പോയി എന്തിനാ ഇങ്ങനെ ഡോൺ ആയിട്ട് ജീവിക്കുന്നത്? അത് നിന്റെ ചെലവിന് വേണ്ടി. ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണം നിന്റെ ചെലവിന് തികയില്ല എന്ന് പറഞ്ഞ് നീയല്ലേ ഇതിനെ പാതിരാത്രി ബോംബെയിലേക്ക് തള്ളിവിട്ടത്. പാതിരാത്രി ബോംബെ ചെന്ന ഞാൻ ആ തെരുവോരങ്ങളിൽ പട്ടികളെ പോലെ അറിഞ്ഞു. ആരും എന്നെ സഹായിക്കാനില്ലായിരുന്നു. അവസാനം എനിക്ക് സഹായിക്കാൻ ഒരാളെത്തി, എൻ്റെ രാമേട്ടൻ, ഞങ്ങളുടെ രാംജി. രാംജി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ തകരുമെന്ന് കണ്ടപ്പോ രാംജിയെ കൊല്ലാൻ വന്നവരുടെ മുന്നിൽ ഒരായുധമെടുത്ത് എന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് രാംജി പറഞ്ഞു, കട്ട്കരോ കട്ട്കരോ. വരുന്നവരെ തല കൊയ്യായി. അന്ന് തൊട്ട് ഞാൻ ബോംബെയിലെ ഡോണായി. അത് വെച്ച് ഞാൻ ഇതെല്ലാം സമ്പാദിച്ചു. ബോംബെ എന്റെ കൈപ്പിടിയിലായി. മനസ്സിലായടി നിനക്ക്? എടി, ഞാനപ്പോ ബോംബെ പോയി ഇതെല്ലാം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിലേ നമുക്ക് ഈ നാട്ടിലൊരു വിലയും ഉണ്ടാകത്തില്ല. മനസ്സിലായോ നിനക്ക്? ഒരു കാര്യം, ബോംബെയിൽ ഞാൻ സക്കീർ ബായി. നിന്റെ അടുത്ത് വരുമ്പോ ഞാൻ വെറും ഉണ്ണി. മറ്റൊരു നാട്ടിൽ പോയാൽ എന്റെ പേര് പരമശിവം. പരമശിവം, അറിയാവൂടി നിനക്ക്? ഇതിലേതാ എന്റെ ഉണ്ണിയേട്ടൻ ജീവിക്കുന്നത്? ഈ ഉണ്ണിയാണ് നിന്റെ ശരിക്കും ഉണ്ണിയേട്ടൻ. ഹലോ ഹലോ സാലേ, അവനോട് 30 ദിവസം കൂടി ബോംബെയിൽ ജീവിച്ചോളാൻ പറ. 30 ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടും. അതുവരെ അവൻ ബോംബെയിൽ സന്തോഷമായി ജീവിക്കട്ടെ. സംജാ സംജാ. ഇവിടെ റേഞ്ച് ഇല്ലേടി? എന്റെ ചേട്ടാ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ റേഞ്ച് കിട്ടും. ഹലോ സംജാ സംജാ. എപ്പോഴും ഇങ്ങനെ സംജാ. അതെ ഗീതേച്ചി, ഒന്ന് നിന്നേച്ചി. ചേച്ചി, ഇന്നലെ എന്റെ ചേട്ടൻ 5 വർഷം കൂടി ബോംബെന്ന് വന്ന്. പക്ഷെ വന്നപ്പോഴുണ്ടല്ലോ എന്തെല്ലാം സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്നേന്ന് അറിയാവോ? ഞാൻ സുന്ദരിയായിട്ട് നടക്കുന്ന എന്റെ ചേട്ടന് ഇഷ്ടം സാരി, ചുരിദാർ, പിന്നെ പല തരത്തിലുള്ള ഫേസ് ക്രീമുകൾ, പിന്നെ ഈ മുടിയെ കളർ ചെയ്യുന്നതേ പച്ച, ചുമല, മഞ്ഞ എന്നുള്ള പല കളറുണ്ട്. നമ്മുടെ മഴവില്ലിൽ 7 കളറിലേ ഉള്ളൂ. പക്ഷെ എന്റെ ചേട്ടനുണ്ടല്ലോ 14 കളറാ കൊണ്ടുവന്നത്. ഞാൻ അതിന് എങ്ങനെ തേച്ച് തീർക്കും? അല്ല, എന്റെ ചേട്ടനെ കൂടെ അങ്ങ് തേച്ചാലോ? അയ്യോ, അത് പറഞ്ഞപ്പോ അങ്ങ് സുഖിച്ച്. ചേട്ടനെ തേക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ദൈവമേ, ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ഊള നിന്റെ തന്ത. നിന്റെ അന്തല്ലേ എന്റെ തന്ത? എടാ, അത് സിനിമ ഡയലോഗ് അല്ലേടാ. എടി, നിന്റെ തന്ത തന്നെ അല്ലയോ എന്റെ തന്തേന്ന്? എടാ, അന്ന് രാത്രിയിൽ എന്നെ എന്റെ ചേട്ടനെ കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അന്ന് മുതൽ നിങ്ങൾ എന്റെ മനസ്സിൽ ഊളകളാടാ. വെറു ഊളകളല്ല, മൊരയൂളകള്. നിങ്ങൾ എന്നെ ഇറക്കി വിട്ടാ മാർച്ച് 19 എന്നുള്ള ദിവസമില്ലേ, അതൊരിക്കലും ഞാൻ മറക്കുകയല്ല. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഞാനും ഈ മാർച്ച് 19 ഞാനും മറക്കത്തില്ല. അതന്നെ നീ മറക്കാത്ത വിഷമമുള്ള ദിവസമാണ് എനിക്കത്. അന്നാ നമ്മുടെ വീട്ടിൽ അവസാനമായിട്ട് ആട്ടിറച്ചി വാങ്ങിച്ചത്. ഈ ഇറങ്ങിപ്പോയ വിഷമത്തിന് ഞാൻ അടുക്കള ചെന്നിരുന്ന ആട്ടിറച്ചിയും കൂട്ടിക്ക് ചോറ് തിന്നോണ്ടിരുന്നപ്പോ നമ്മുടെ അമ്മ എന്റെ പുറകെ ഒന്ന് ഒറ്റ ആട്ട. എന്റെ ചോറും പാത്രവും അമ്മയുടെ തെറ്റുവെല്ലും കൂടെ താഴെ വലി പോയി വീണത്. അതും മാത്രമാണ്. എല്ലാ ദിവസവും ത്രിസന്ധിക്ക് വിളക്ക് വെച്ചിട്ട് അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കും, എന്റെ കുഞ്ഞ് തിരിച്ചു വരുമോ തിരിച്ചു വരുമോ എന്ന്. ഞാനടി അമ്മയെ ആശ്വസിപ്പിച്ചത്. എങ്ങനെ പറഞ്ഞ ആശ്വസിപ്പിച്ചു നീ? എമ്മത്തവളെ ഈ വീട്ടിനകത്ത് കയറത്തില്ലെന്ന്. നീ അത് തന്നെ പറയൂടാ. ഞാനും എന്റെ ചേട്ടനും കൂടെയാ അന്ന് നിറകണ്ണോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ നീ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഞാൻ കണ്ടവളാടാ. എന്റെ പൊന്നു കൂടെ പറപ്പ, നീ അങ്ങനെ പറയല്ലേ. ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചല്ല, ഞാൻ എന്റെ മനസ്സ് പൊട്ടി പൊട്ടി കേൾക്കുമായിരുന്നടി. നിനക്കറിയാമോ, എങ്ങനെ മാറ്റി മാറ്റി ഞാൻ 3 ബെഡ്ഷീറ്റാ കരിച്ച് കളഞ്ഞത്. നീ ഒരു കാര്യം ഓർക്കണം. ഞാനും എന്റെ ചേട്ടനോട് ഇറങ്ങി പോയപ്പോഴേ മഹാഗണിയുടെ ഒരു കട്ടില വീട്ടിൽ ഇട്ടിട്ട് പോയി, അറിയാമോ നിനക്ക്? ഇൻസ്റ്റാൾമെന്റിന് വന്ന അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവ അവിടെ കട്ടിലും കൊണ്ടിട്ട് അന്ന് അവൻ ആ മഹാഗണി അവിടെ കൊണ്ടിട്ടപ്പോഴേ അറിയാം ഇതൊരു കെണിയായിരിക്കും. ആ കെണിക്കകത്ത് നീ ചെന്ന് വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ലടി. നീ ഇവിടെ കിടന്ന് ചിലക്കാതെ ഇറങ്ങി പോടാ. എന്റെ ചേട്ടൻ അകത്ത് കിടക്കുവാ. എന്റെ ചേട്ടന്റെ ഹൃദയം നിറച്ച് നിന്നോടുള്ളതുണ്ടല്ലോ പുകയാ, പക അറിയാവോ? ഒരു കാര്യം ചെയ്യും, ആദ്യം അളിയന്റെ അടുത്ത് പുകോലി അങ്ങ് നിർത്താൻ പറ. എന്നിട്ട് ഇത് മാറിയില്ലെങ്കിൽ ഏതെങ്കിലും നല്ല കൊള്ളാവുന്ന ഡോക്ടറെ കൊണ്ട് കാണിയത്. എനിക്കറിയാലോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെ അവിടെ ഇരുന്നോട്ടെ. നീ ഇറങ്ങി പോളെ. ഇറങ്ങി നീ സംസാരം നിർത്തിയിട്ട് അളിയനെ വിളി. അളിയനെ വിളിക്കാൻ പറഞ്ഞു. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അളിയന്റെ അടുത്ത് എനിക്ക് കാര്യം പറയാനുണ്ട്. അളിയാൻ പറ്റത്തില്ല, ഇറങ്ങി പോകാൻ ഇവിടുന്ന്. ഞാൻ ഒരു കാര്യം പറയും വന്നേ. നീ വന്ന കാര്യം പറ. ഇടി, നമ്മുടെ തമ്പി കണ്ട്രാക്കില്ലയോ, തമ്പി കണ്ട്രാക്കിന്റെ മോളെ ഞാൻ അങ്ങ് അടിച്ചോണ്ട് പോയി.
അത് തന്നെ വേണം. എടി അയാൾ അറിഞ്ഞിട്ട് ഇപ്പൊ എന്റെ കയ്യും കാലും വെട്ടാൻ ആളെ വിട്ടേക്ക. നിന്റെ കെട്ടിയും വലിയ ഡോണല്ലോടി, എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ, ഒന്ന് വിളി. എടാ നിന്റെ കയ്യും കാലും വെട്ടുന്ന ഉറപ്പാണോ? ഉറപ്പ്. എടാ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് അത് കാണണോടാ. ഞാൻ എന്റെ ചേട്ടനെ വിളിക്കത്തില്ല. എങ്ങനെ എന്റെ അമ്മയുടെ വയറ്റ് വന്ന് പറഞ്ഞു? നീ ഒന്ന് വിളിച്ചാൽ എടാ വിളിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ആളെ എന്താ അറിയാവോ? ആ എനിക്കും അറിയാം. നാട്ടെ നീ ഇങ്ങനെ താട്ടുന്നത് അറിയാവോന്നല്ല, എന്നെ അറിയാവോ? അതെന്തൊരു ചോദ്യം ആളെ. ആളിയനെ പിന്നെ എനിക്ക് അറിയാതിരിക്കോ? ആളിയ ഒന്നുമില്ല, എന്റെ അളിയനല്ലോ അളിയാ. നീ ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ? അളിയാന്ന്. എന്തോന്ന് അളിയാന്ന്. എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ നീ ഇങ്ങനെ അല്ലല്ലോ നീ എന്നെ വിളിച്ചത്. നീ ഈ വാക്കല്ലല്ലോ നീ എന്നെ വിളിച്ചത്. ആ ഇങ്ങനെ അന്നെ വിളിച്ചത്. അളിയനെ വിളിച്ചതാ. ആറാംശേ എന്നല്ല, ഈ പഴമുടി ഞാൻ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങടിയെന്ന് ഞാൻ പറയാം. ചുമ്മാ അളിയനെ തെറ്റിക്കാൻ നിൽക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയാണ്. കണ്ടാരി ബോംബെ അണ്ടർവേഡ് ഞാൻ ഇവനെന്നെ വിളിക്കുന്ന പഴം പുഴുങ്ങിന്ന്. വെറും പഴം പുഴുങ്ങി. എടാ ബോംബെയിൽ എന്റെ പിള്ളേരിറങ്ങിയാണ്ടല്ലോ തീർത്ത് കളയും നിന്നെ. എടി ഇങ്ങേർക്ക് ബോംബെയിൽ വേറെ പെണ്ണും പിള്ളേം പിള്ളേട്ടുണ്ടെന്നായി പറയുന്നത് കേട്ടില്ലേ? എടി അവൻ പറയുന്ന പ്രാന്തൊന്നും വിശ്വസിക്കല്ലേ. ആണ്ടേ ബോംബെയിൽ എന്റെ ശിഷ്യന്മാർ ഇറങ്ങിയാലേ നിന്നെ പിന്നെ വെച്ചേക്കത്തില്ല. പോടാ ഇറങ്ങി പോന്നി. എടാ നീ അന്ന് പഴം പുഴുങ്ങി എന്റെ ചേട്ടനെ വിളിച്ചില്ലേ? അതിന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ പഴം പുഴുങ്ങിയത് കഴിക്കാറില്ല, പഴം കഴിക്കാനില്ല. പിന്നെ ഏറെ എന്തിനു പറയാൻ, ഇപ്പൊ ഇറങ്ങിയ വാഴ എന്നുള്ള സിനിമ പോലും എന്റെ ചേട്ടൻ കണ്ടിട്ടില്ല, അറിയാവോ? മാത്രമല്ല എന്റെ മൊബൈലിൽ നിന്ന് ഏ ബനാന എന്നുള്ള പാട്ട് പോലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ. അറിയാവോ നിനക്ക്? അറിയാവോ? സത്യവാ. ആ പാട്ട് കേൾക്കുമ്പോഴേ എന്റെ ഏട്ടനെ തലയും കുറിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഞാൻ എന്നെ കാണാറുണ്ട്. എന്നെ ഒന്ന് സഹായിക്കണല്ലേ? കാശ് വല്ലതും വേണോ? കാശൊന്നും വേണ്ട. ബോംബെയിൽ ഒരു ജോലി? എനിക്ക് ജോലിയൊന്നും വേണ്ട. പിന്നെ നീ ഒന്ന് പറയടി. ഏട്ടാ നമ്മുടെ കൊച്ചുമ്മ വന്നേക്കുന്നതേ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നേക്കുവാ. കല്യാണം കഴിച്ചവൻ? ആ കൊച്ചുമോൻ. അപ്പോൾ അവന്റെ പേര് കൊച്ചുമോൻ എന്നല്ല, വലിയ മോൻ. അങ്ങനെ വിളിച്ചാൽ മതി അവനെ ഇനി തൊട്ട്. എനിക്ക് അളിയന്റെ ഒരു സഹായം വേണം. ശത്രുക്കളാണെങ്കിലും സക്കീർ ബായിയുടെ മുമ്പിൽ യാചിച്ചു വരുന്നവരെ കൈവിടാറില്ല. പറ എന്ത് സഹായം വേണം നിനക്ക്? അളിയ ഞാൻ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോരുന്നു. കൺഗ്രാചുലേഷൻ. അപ്പൊ ടീ പാർട്ടി നമ്മുടെ വക. അതല്ല, ഇപ്പൊ അവക്കടെ അച്ഛൻ എന്റെ കയ്യും കാലും വെട്ടാ കൊട്ടേഷൻ കൊടുത്തേക്കോളെ. അപ്പോഴും ടീ പാർട്ടി നമ്മുടെ വക. അളിയൻ ദേവിയെ തന്നെ രക്ഷിക്കണം. ഞാൻ അവരുടെ അടുത്ത് വെല്ലുവിളിച്ച്, എന്റെ അളിയൻ ബോംബെയിലെ വലിയ ഡോണാണ്, എന്റെ ശരീരത്തോട്ടാൽ അളിയൻ നിങ്ങളെല്ലാം കുത്തിക്കേറുമെന്ന്. അവര് പറഞ്ഞേ ആദ്യം എന്റെ അളിയന്റെ കയ്യും കാലും വെട്ടാം, എന്നിട്ട് എന്റെ കയ്യും കാലും വെട്ടാന്ന്. എങ്ങനെ? ആദ്യം അളിയന്റെ കയ്യും കാലും വെട്ടും, അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യും കാലും വെട്ടും. അതിനിപ്പോ അവരെന്ത് ചെയ്യുന്നു? അവരിപ്പോ വരുവളിയാ ഇങ്ങോട്ട്. അവരിപ്പോ വരും. അവരെത്ര പേര് വരും? ഒരു 17 പേരുണ്ടായിരുന്നു. ഇങ്ങോട്ട് തന്നെ വരുമോ? ഇങ്ങോട്ട് തന്നെ വരും. നീ അവര് വരണാന്ന് പോയി നോക്കിയാണ്. പോയാണ് എടി എന്റെ പൊന്നു പെണ്ണുമ്പിള്ള എന്നെ ഉയരോടെ കാണണമെങ്കിൽ വന്ന് ഡോറടിച്ച് കടവും മുട്ടിട്ട് വാടി കേട്ട്. ഇങ്ങോട്ടൊന്ന് പാടിയാ സഹായിച്ചേ പറ്റുള്ളൂ. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, ഞങ്ങൾ ബോംബെയിൽ ചൊവ്വാഴ്ച ആരെ അടിക്കാൻ പോറില്ല. ചൊവ്വാഴ്ച ബോംബെയിൽ അവധിയാണല്ലേ, അവധി. അതിനാളെ ചൊവ്വാഴ്ച അവധി എടുക്കാൻ ബോംബെയിൽ എന്തോ ബാർബർ ഷോപ്പ് എടുത്തോന്നു. നീ ബോംബെ വന്നിട്ടുണ്ടാടാ? ഇല്ല. എന്റെ കാര്യങ്ങൾ ആരെങ്കിലും ഇവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാ? അതുകൊണ്ട് ഇന്ന് നടക്കത്തില്ല. അവരൊക്കെ പോയിട്ട് പിന്നെ 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 ഞാൻ ആയുധം എടുത്തില്ല. ആയുധമൊക്കെ അങ്ങ് ബോംബെയിൽ ഇരിക്കുന്നു. ബോംബെയിൽ അതിനുള്ള പ്രശ്നം അളയും പേടിക്കണ്ട. ഇവിടെ വെച്ച് വിറയ്ക്കാതെ അവിടെ കൊണ്ടുവന്ന് അവന്മാരെ വിറപ്പിച്ചില്ലേ? പിന്നെ പറ്റിയാ പോലെയാ. അളിയോ പോയി വെട്ടിയിട്ട് പാളിയാ. സത്യം പറ, എനിക്ക് അടുത്ത ആഴ്ച അവരെ പോയി കേട്ടോ. സത്യമായിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് അളി അങ്ങോട്ട് പോകും. നമുക്ക് അങ്ങോട്ട് പോയി അവരെ വെട്ടിട്ട് വരാം. അങ്ങോട്ട് പോയി അവരെ വെട്ടാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോയി വെട്ടണമെങ്കിലേ ഇരട്ടി ചാർജും ആവും. അപ്പം അളിയൻ എന്നെ സ്നേഹം കൊണ്ട് സഹായിച്ചതല്ല, ചാർജിന് വേണ്ടി ചെയ്തതല്ലേ? എന്റെ കിടക്കാടം വിറ്റിട്ടാലും ശരി അളിയ ഞാൻ പൈസ തരും. അയ്യടാ ആ കടപ്പാടത്തിനകത്ത് എനിക്കും അവകാശമുള്ളതാ. വേണ്ട, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കിടപ്പാടം വിൽക്കും. അവർക്ക് ഇഷ്ടപ്പെടാൻ കാച്ചുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യമായിട്ട് രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ബോംബെയിലെ ഡോണൊന്നും അല്ല. പിന്നെ സത്യമായിട്ട് ഒരു മീൻ കണ്ടിക്കുന്ന കണ്ട പോലെ അപ്പൊ ഞാൻ തല കറങ്ങി വീണ് ചാവുന്ന മനുഷ്യനാണ് ഇത് ആടക്കണത്. ഒരു മിനിറ്റ് പോള് വരുന്നേ. ഹലോ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എടി പ്രശ്നങ്ങളെല്ലാം തീർന്നടി. എന്താ? അവള് മുറിക്കാത്ത ഒരു കഥ പറച്ചിട്ടെന്ന് പറഞ്ഞ് എന്നെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ അച്ഛൻ കല്യാണത്തിന് സംഭവിച്ച്. സന്തോഷമായോ? എനിക്ക് സന്തോഷമായോ? അതിനു മുമ്പ് എനക്ക് ബോംബെ എന്തൊരു പണിയെന്ന് പറഞ്ഞത്? ബോംബെയിലെ സത്യം പറഞ്ഞ എനിക്ക് ബോംബെയിൽ മുടിവെട്ടാണ് പരിപാടി. സത്യമായിട്ട് തന്നെ. അപ്പൊ നീ പിന്നെ ഡോണാന്ന് പറഞ്ഞതോ? അതെന്റെ ബാർബർ ഷോപ്പിന്റെ പേരാണ്, ഡോൺ ജെൻസ് ബ്യൂട്ടി പാർലർ. മഹാഭാവി, ആ തൊഴില് കൊണ്ട് എത്ര പേരെ ലോകത്ത് ജീവിക്കുന്ന അറിയാവോ? അറിയാം. പിന്നെ നീ എന്തിനാണ് എന്നോട് നാട്ടുകാരോട് കള്ളം പറഞ്ഞത്? അത് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ബോംബെ പോയിട്ട് വരുന്ന ഒരു വലിയ ഡോണായിട്ട് വരുമെന്ന്. എവളെ മുമ്പേ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞൊരു ഡോണാണെന്ന്. സത്യമായിട്ട് ഞാൻ ഡോൺ. നീ എന്താണ് അതിന് തിരിച്ച് ബോംബെ പോകുന്നത്? ഞാൻ ഇനി തിരിച്ചു പോണില്ല. പോന്നില്ലേ?
ഞാനേ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കാം. എടീ എന്റെ ബ്യൂട്ടി പാർലറിന്റെ പേരെന്താണെന്ന് അറിയാവോ? ഉണ്ടി ജെന്റ്സ് ബ്യൂട്ടി പാർലർ. കൊള്ളാവളിയാ? അതും മര്യാദ. അപ്പൊ ഡോണിന്റെ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നേരെ ജഡ്ജസിലേക്ക് പോകാം. നസീറിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? നിൻരാജേ, വിനിൽ, ചിഞ്ചു, നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പുള്ള കഴിഞ്ഞ 2 എപ്പിസോഡിൽ എത്രയാണ് 50-60 ഒക്കെ ഉണ്ടായിരുന്നല്ലേ? നല്ല സ്കോറിങ് അല്ലായിരുന്നു അതൊക്കെ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് 50-60 കിട്ടിയതെന്നും അറിയാം. പിന്നെ എന്താ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഇതിൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ, ഒരു സാധനം ഒന്നും പറയുന്നില്ല ചിരിക്കാൻ. ഇത് പോരാ നമുക്കിവിടെ, നമുക്കിതല്ല ആവശ്യം. നമുക്ക് ചിരി കൊണ്ട് നിറഞ്ഞ ഒരു സ്കിറ്റായിരിക്കണം. നിറച്ചില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറികൾ പോലെ ഉണ്ടാകുന്ന ചിരി. ഇതിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പോർഷൻ പോലും എൻ്റെ നോട്ടത്തിൽ ഞാൻ കണ്ടില്ല. അത് മാറ്റിയെടുത്തേ പറ്റൂ മിൻരാജെ. നമ്മൾ അത്ര മാർക്ക് വാങ്ങിച്ച് നിൽക്കുന്നവർ പിന്നെ ചിന്തിക്കേണ്ടത് നമ്മൾ അതിൻ്റെ മുകളിലേക്കുള്ള മാർക്കാണ്. അതാണ് ഒരു വാശി എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ താഴേക്ക് ചിന്തിക്കരുത്. സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലവണ്ണം സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണം, നല്ലവണ്ണം റിഹേഴ്സലും ചെയ്യണം, എന്നിട്ട് വന്ന് കളിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ഷാജൻ ചേട്ടാ? വിനിൽ, ബിനുരാജ്, ചിഞ്ചു പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഒന്നാമത് ഇതിൻ്റെ ഒരു പ്ലോട്ടും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും തന്നെ കുറേ ഓൾഡ് മോഡൽ പരിപാടിയാണ്. അതായത് നമ്മൾ ഒരാൾക്കൊരു ഗംഭീര ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, അയാൾ ലാസ്റ്റ് വരുമ്പോൾ അയാൾ അതല്ല നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്ന ഒരു സ്കിറ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള, നമ്മൾക്ക് പ്രഡിക്റ്റബിളാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. അതൊരു തെറ്റല്ല, പക്ഷേ അതിനുള്ളിൽ കുറേ തമാശകളുണ്ടെങ്കിൽ ഓക്കെയാണ്. സ്കിറ്റിനിപ്പോൾ അങ്ങനെ പ്രഡിക്റ്റബിൾ ആവാതെ നമുക്ക് അതൊന്നും പറ്റില്ലായിരിക്കാം. പക്ഷെ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഇതൊന്നുമില്ല, നിങ്ങളിങ്ങനെ കാണാതെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ എക്സ്ട്രാ ആയിട്ടൊന്നും അതിൽ വന്നില്ല. നമുക്കൊന്നും ഫീൽ ചെയ്തില്ല. 3 പേരും ക്യാരക്ടറിനോട് നീതി പുലർത്തി എന്ന് പറയാൻ പറ്റുന്നതായിട്ടൊന്നുമില്ല. അപ്പം അത് നമ്മുടെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം അത് മാറ്റിയിട്ട് നല്ല നല്ല സ്ക്രിപ്റ്റുകളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജു ചേട്ടാ എന്താ പറയുന്നത്? പിന്നില്ലേ ബിൻരാജ്, ചിഞ്ചുറാണി ഈ പറഞ്ഞ പോലെ ഹ്യൂമർ എലമെൻറ്റുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, ഇപ്പോൾ വിനില് കുറേ കാര്യങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ചടുലമായ ഭാഷകൾ കൊണ്ട് അങ്ങ് അമ്മാനമാടി. പക്ഷെ അതിനകത്തൊന്നും തമാശകൾ, ആ സമയത്തൊക്കെ നമുക്ക് തമാശകൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഈ കണ്ടന്റ് നേരത്തെ നമ്മൾ ഇപ്പോൾ ഷാജോൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ വിനിലിൻ്റെ ഈ ആഢ്യത്വം, അവിടുത്തെ ഈ ഡോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ നമുക്കറിയാം ഇത് ഇയാൾ വെറുതെ പറയണമെന്നറിയാം. പക്ഷെ അതൊരു വലിയൊരു ഹ്യൂമറിലൂടെ തിരിച്ചു വരുമെന്ന് കരുതി. പക്ഷെ അത് അവിടെ വന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചിഞ്ചുറാണി കുറച്ച് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ എവിടെയൊക്കെ, അല്ലേ? ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പോൾ അത് തന്നെയല്ല, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ തന്നെ കളിച്ച് റെഡിയാക്കി എടുക്കും. പക്ഷേ തമാശകളുടെ കുറവ് ഭയങ്കരമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമായിട്ടുള്ള സ്കിറ്റായിട്ട് വരിക, പടപടേ തമാശകളുള്ള സ്കിറ്റായിട്ട് വരിക. അപ്പോൾ അതിനായിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് സ്കോർ ചോദിച്ചു നോക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 4000 രൂപ കൊടുക്കാം. 4000, 4000 രൂപ. ഇക്ക? അത് തന്നെ അടുത്ത പ്രാവശ്യം നന്നാക്കാൻ വേണ്ടി ഒരു 4000 രൂപ. ഓക്കെ, 4, 4, 8 ആയിട്ടുണ്ട്. ഇനി ബാക്കി എൻ്റെ വക അവിടെ 15,000, 15,000 നേടിയിരിക്കുന്നത്. സാരില്ല കേട്ടോ, അടുത്ത തവണ ഗംഭീരമായിട്ട് പെർഫോമൻസുമായിട്ട് വരിക. സിൽവർ പഞ്ചോ ഗോൾഡൻ പഞ്ചോ അടിച്ചെടുക്കുക എന്നുള്ള വാശിയിൽ വരണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു സ്കിറ്റ് കാണാൻ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം വിഷ്ണു, ബാസ്റ്റ്യൻ ആൻഡ് സഞ്ജിത. ഇത് എന്റെ കഥയാണ്. ഞാൻ കാരണം ഒരു SI ഡയറക്റ്റ് DYSP ആയി മാറിയ കഥ. ശേഷം സ്ക്രീനിൽ. ഹലോ സുഭാഷേ. ഹലോ, ആരാ? ഇറച്ചി ഒന്നും വേണ്ട, ഇത്തവണ ഓണത്തിന് ഞങ്ങൾ സദ്യ. ഇറച്ചി എന്നാണോ ഞാൻ പറഞ്ഞേ? പിന്നെ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് റജിയാണെന്ന്. എടാ റജി, നീ ജയിലിലല്ലായിരുന്നോ? ഞാൻ ജയിലിൽ ചാടി. അയ്യോ, എങ്ങനെ? ഇന്ന് ജയിലിൽ ഓണാഘോഷ പരിപാടിയായിരുന്നു. സൂപ്രണ്ട് മാവേലിയുടെ വേഷം കിട്ടി വന്ന് ഞാൻ തലക്കടിച്ച് ബോധം കെടുത്തി പുള്ളിയുടെ ഫോൺ എടുത്ത് കോസ്റ്റ്യൂം ഇട്ട് നേരെ ഇറങ്ങി പോകും. എടാ കേറജി, എന്റെ വീട്ടിൽ ഇന്ന് 18 കൂട്ടം കറിയുണ്ട്, 2 തരം പായസമുണ്ട്. അന്ന് അളിയ ഞാൻ നേരെ അങ്ങോട്ട് വരട്ടെ? ഇലനക്കി തിന്നാൻ പോലും നിന്നെ ആ ഏരിയ കണ്ടുപോയില്ലേ? അതെന്നാടാ? എനിക്ക് പോലീസിനെ പേടിയാ. എനിക്ക് പോലീസിനെ പേടിയില്ല. എടാ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ പോലീസ് വെക്കും. പോലീസ് വന്ന ഈ റജിക്ക് പുല്ല. എടാ, നിന്നെ ഉറപ്പായിട്ടും പോലീസ് വെക്കും.
അയ്യോ അമ്മച്ചിയെ പോലീസ്, അയ്യോ. അയ്യോ ഒരു വഴി. എല്ലാവരുടെയും വീട്ടിൽ ഒരു തുളസിത്തറയാണുള്ളത്. എന്നാൽ എൻ്റെ വീട്ടിൽ 2 തുളസിത്തറയാണുള്ളത്. ഒന്ന് ദേ ഇതും, മറ്റേതിൻ്റെ ഭർത്താവ് തുളസി. തറയാണെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. എന്തായാലും പോട്ട്. അയ്യോ നീണ്ട വരുന്നുണ്ട്. ഹലോ സാർ, സാർ ഓക്കെ സാർ. അയ്യോ ഇല്ല സാർ, ഞാൻ ഇന്നെത്തും, പെട്ടെന്നെത്തും. സത്യമായിട്ടും എൻ്റെ പൊന്നു സാറേ, സത്യം. ആ ഓക്കെ. സോറി ചേച്ചി, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെ കാണിക്കാനും പാടില്ല. ഇതെന്നാ ഇപ്പൊ ഇത്? ചേട്ടനെ കണി കാണിക്കാൻ വേണ്ടി നിറകുടവാട്ടിൽ നിന്നതാ. ആ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ കണി കണ്ട് നിറകുടമായിട്ട് എന്നിറങ്ങിയോ അന്ന് എനിക്ക് നല്ല കാലേ സംഭവിച്ചിട്ടുള്ളു. ഒരു കോള് വരുന്നു. ഹലോ ഹലോ സാറേ, സ്റ്റേഷനിൽ നിന്നാ പറഞ്ഞേ. സാറേ IG പുതിയ ഡ്യൂട്ടി റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ആ എന്താ? സാറിന് 2 മാസത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി. ആണോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. ബൈ ദ ബൈ, ആ കുടം ഒന്ന് തരൂ. എന്തിനാ കുടം തരൂ. പിന്നെ എന്ന് കണ്ടോ മുച്ചോട് മുടിയാനായിട്ട് ഇതേ സംഭവിച്ചിട്ടുള്ളൂ. അവളുടെ ഒരു നിറകുടം. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ അല്ലേ ഒരു പോലീസുകാരനല്ലേ? നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി പഠിക്കുകയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ? ദൈവമേ ഒന്ന് പയ്യെ പറയടി. ആരേലും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ അവന്മാർ രാത്രി വന്ന് എന്നെ ഇടിച്ചിട്ട് അങ്ങ് പോകും. അയ്യേ എടോ മനുഷ്യ, അവനവന് ചേരുന്ന പണിക്കേ പോകാവുള്ളു കേട്ടാ. മനുഷ്യ, ഇതിനെല്ലാം കാരണം നിങ്ങളുടെ പേടിയാണ്. ഈ ഏലസ് അങ്ങോട്ട് പിടിച്ച് നിങ്ങളുടെ മുഴുവൻ പേടി അങ്ങ് മാറും. ഇതെന്നാ ട്രെയിനിന്റെ ബോഗിയോ? അങ്ങോട്ട് കെട്ടാനല്ലോ. നീ ഇത് പിടിച്ചേ. നീ ഇത് കണ്ടോ? നിനക്കും തോന്നിയല്ലേ? എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട് ഇത് തെക്കിനിയാന്ന്. എടി പുല്ല, നീ ഇതെല്ലാം കൂടെ വലിച്ചു വാരി കെട്ടിട്ട് എനിക്ക് അരക്ക് കീഴ്പോത്ത് രക്തോട്ടമില്ല. ഇപ്പൊ ഞാൻ തിരുമ്മി ഇറക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാന്ന് പറയുന്നത്. എന്തൊരു പോക്കാണോ ചെറുക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിന്നോട് ഞാൻ കമാന്നൊരു അക്ഷരം മിണ്ടാത്തത്. വായെടുത്ത് തെക്കോട്ട് ഇരിച്ചാൽ അത് സംഭവിച്ചിരിക്കും. ഈ എന്നാണ് ഈ നനഞ്ഞ മൈനയുടെ ഫിഗർ വെച്ച് കരയുന്നേ? നിങ്ങൾക്ക് എന്നോട് പണ്ടത്തെ പോലെ ഒരു സ്നേഹവുമില്ല. നിങ്ങളുടെ അടുത്തോട്ടൊന്ന് വന്നു നിന്നാ നിങ്ങളെ നാട്ടിപ്പായിക്കുമല്ല ചെയ്യുന്നത്. അത് തിരക്കൊണ്ടല്ലേടി പുല്ലേ. അയ്യോ സോറി, എന്റെ മനസ്സിലെ പോലീസുകാരോടൊന്ന് സോറി. പൊന്നെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ചേട്ടാ, നമ്മൾ കുറെ നാളായില്ലേ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ട്. നമുക്കേ ആ വർക്കല പാപനാശിനി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അതാവുമ്പോ എന്റെ വീട്ടിലോട്ടും കേറാം. അച്ഛനാണ് തീരെ സുഖമില്ലാതെ കിടക്കുവന്നേ. ഭയങ്കര ചുമയാ. ഭയങ്കര ചുമയാന്നോ? നല്ല ചുമയുണ്ട്. നല്ല ചുമയാന്നോ? നല്ല ചുമയുണ്ട്. പുള്ളിയോടൊന്ന് ആഞ്ഞു ചുമക്കാൻ പറ. അതാവുമ്പോ നമുക്ക് ഫാമിലി ടൂർ ആയിട്ട് വർക്കല പാപനാശിനി പോയിട്ട് ഇങ്ങ് തിരിച്ചു വരാം. അല്ലേലും എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിങ്ങക്ക് ഭയങ്കര നാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ചുമ്മാ പറഞ്ഞ ആടി കള്ളപ്പന്നി. വീണ്ടും മനസ്സിലെ പോലീസുകാരനോടൊന്ന് കള്ളിപ്പെണ്ണെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ അച്ഛനെ ഇഷ്ടമല്ലാത്ത ആരും എന്നോട് മിണ്ടണ്ട. ഉറപ്പാന്നോ? ആ ഉറപ്പാ. നിന്റെ അമ്മയോട് നീ മിണ്ടാറില്ലേ? മിണ്ടാറുണ്ടല്ലോ. പിന്നെ എന്നോട് മാത്രം എന്താടി ഈ പന്തി പക്ഷാഭേദം? നിങ്ങൾക്കറിയാം 8 വർഷമായി നിങ്ങളുടെ കൂടെ ഞാൻ കൂടിയിട്ട്. ഇന്നേ വരെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണോ അല്ലേ നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ? അപ്പൊ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ് നിന്റെ വിഷയം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ വല്ല PSC പരീക്ഷ ചെയ്ത് അതാകുമ്പോ നിനക്ക് വല്ല പഠിച്ച് ജോലി കിട്ടുമല്ലോ. എന്റെ പൊന്നു ചേട്ടോ, ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പേ PSC പരീക്ഷ എഴുതാൻ പോയതാ. എന്നിട്ട് ചേട്ടാ അവന്മാരെ ഓരോ മോണങ്ങ ചോദ്യങ്ങളെന്ന് നിങ്ങളൊന്നും ശരിയല്ലെന്നേ. എന്നാ ചോദ്യം? ചേട്ടൻ ഇത് കേക്കണം. എയുടെ മകനാണ് B, Bയുടെ മകനാണ് C. ഓക്കെ. എങ്കിൽ Dയുടെ ആരാണ് Z? നീ എന്തോ എഴുതി വെച്ച്? ഞാൻ നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചില്ലേ? എന്തോന്ന്? ഈ ചോദ്യം ഉണ്ടാക്കിയവന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയെന്ന്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ എവിടെയും കൊണ്ട് നിർത്താത്തത്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് ഒരു ഉത്തരക്കടലാസിൽ എഴുതി വെക്കുന്നത്. നിങ്ങൾ എന്നോട് പറയണത്, നിങ്ങൾ എന്നോട് പറയണം. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന നിങ്ങള് ഉറക്കത്തിൽ എന്റെ പെടലേക്ക് പിടിച്ചത് കൊല്ലാൻ നോക്കിയില്ലേ? ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. എന്താ എന്റെ പെടലേക്ക് പിടിച്ചതാ? അല്ല, ഞാൻ ഉറങ്ങിയെന്ന്. എനിക്കറിയാം. ഓ ഈശ്വര മുത്തച്ഛ അനുഗ്രഹിക്കണേ.
ചേട്ടോ ഓ ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഈ രാവിലെ വന്നിട്ട് ആ മുകളിൽ ഇരിക്കുന്ന കിളിയെ നോക്കി ഇങ്ങനെ പറയുന്നത്? അയ്യോ അത് മനസ്സിലായില്ലേ? എന്റെ കൊച്ചിലെ എന്റെ മുത്തച്ഛൻ മരിച്ചു പോയതാ. അപ്പൊ എന്റെ അമ്മൂമ്മ എപ്പോഴും പറഞ്ഞു തരും, താണ്ടെ ആ ലൈൻ കമ്പിയിൽ വന്നിരിക്കുന്നത് നിന്റെ മുത്തച്ഛനാണ്, അപ്പൊ മുത്തച്ഛനെ എപ്പോഴും ബഹുമാനിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോ ജോലിക്ക് ഇറങ്ങിയാലും മുത്തച്ഛനെ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങി പോകത്തുള്ളൂ. ചേട്ടോ ഓ എനിക്കൊരു സംശയം. എന്നാടി? ഈ 24 മണിക്കൂറും ഈ കുരുവി ലൈൻ കമ്പിക്കാത്തിരുന്ന ഷോക്ക് അടിച്ച് ചാവത്തില്ലേ? മുത്തച്ഛോ, അല്പം നേരം നമുക്കും എല്ലാവർക്കും മൗനം പാലിക്കാം. എന്തിനാ? വീണ്ടും എന്റെ മുത്തച്ഛനെ കൊന്നു കളഞ്ഞ്. ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞൊന്നും അല്ല ചേട്ടാ, നാക്ക് പിഴച്ചു പോയതാന്നേ. ദൈവത്തെ ഓർത്ത് മിണ്ടരുത്, ഞാൻ പൊക്കോട്ടെ. വേണ്ട, ഒന്നും മിണ്ടണ്ട, രക്ഷപ്പെടണം. അയ്യോ എന്തൊരു പോക്കാണ് ആ മനുഷ്യൻ പോകുന്നത്. ആ എന്തേലും ആകട്ടെ, എന്റെ ജോലി എന്തേലും ചെയ്തു തീർക്കാം. അയ്യോ ഇതെന്താ? കരയാമയാണോ ഇത്? കരയാമല്ല, ഞാൻ കമഴ്ന്ന് കിടക്കുന്ന, ഒന്ന് കയറിട്ട് തരുവോ? ആ പിടിക്കണേ, ഞാൻ പെട്ടെന്ന് ഇട്ട് തരാം കേട്ടാ. ഒരു കയ്യിൽ ചക്രം, മറു കയ്യിൽ മരുത്വമല. അങ്ങ് ആരാണ്? എന്റെ അമ്മച്ചിയാണ്. അങ്ങ് ആരാണെന്ന് എനിക്ക് കാണാൻ പറ്റില്ല, പെങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? അയ്യോ അതല്ലെന്ന്. പിന്നെ അങ്ങ് ആരാണ്? ഞാനാരാണെന്ന്? നോ, മഹാബലി. അയ്യോ അങ്ങെന്താ ഇവിടെ? പറഞ്ഞു തരാം. അധിക നേരം നമുക്ക് ഇങ്ങനെ ഏറി നിൽക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് മാറി, ഒരുപാട് കേസുള്ളതാണ്. അയ്യോ കേറിയോ, ഞാൻ പിടിച്ചു വേണേ കേറ്റാവേ. അയ്യോ ഭവതി. എവിടെ? എന്ത് പകുതി എന്ന് പറഞ്ഞേ? പകുതി എന്നല്ല പറഞ്ഞത്, പിന്നെ ഭവതി. എന്തോ? ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചത്. അയ്യോ അങ്ങനൊന്നും ഇല്ല. ഇനി ഭവതിയെ കണ്ടപോലെ തന്നെ ഒരുപാട് പ്രജകളെ എനിക്ക് ഇനിയും കാണാൻ പോണ്ടാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാമേ. ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ? ഇല്ല. എവിടെ? എന്ത്? എന്റെ വരം. വരവാ? ഞാൻ പണ്ട് ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോ വരമൊക്കെ തരുമെന്ന്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ തരാൻ എന്റെ കയ്യിൽ വരമില്ല. അങ്ങനെ പറഞ്ഞാലെങ്കിലാന്ന് മഹാബലിക്ക് അറിയാമോ എന്റെ ഇപ്പഴേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്? പറഞ്ഞാലേ അറിയാൻ പറ്റൂ. എന്റെ വീടിന്റെ മുറ്റത്തെ ഗേറ്റ് മൊത്തം പൊളിഞ്ഞു കിടക്കുക, പൈപ്പ് മൊത്തം പൊട്ടി കിടക്കുക, വയറിംഗ് ആണെ മൊത്തം ഇളകി കിടക്കുക. ഇത് അങ്ങ് ഇവിടെ നിന്നൊന്ന് ശരിയാക്കി തന്നിട്ട് പോണം. സത്യം, ധർമ്മം, നീതി ഇവയെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയാണ് നോം ഭൂമിയിൽ അവതരിച്ചത്, അല്ലാതെ പ്ലംബിംഗ്, വയറിംഗ്, വെൽഡിംഗ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരവായിട്ട് ഐഫോൺ വേണം. ഞാൻ പറഞ്ഞ നമ്പർ നോട്ട് ചെയ്തു. അയ്യോ ഒരു മിനിറ്റ് പറയലേ. ഓക്കെ. 95 67 48 26 56. അല്ല ഇത് ആരുടെ നമ്പരാ? ബജാജ് ഫിനാൻഷ്യൽ രതീഷൻ നമ്പറാ. വിളിച്ചു പറഞ്ഞ EMI ആയിട്ട് ഫോൺ കൊണ്ടേ വീട്ടിൽ കൊണ്ടുവരും. എനിക്ക് ഐഫോൺ വേണ്ട. അപ്പൊ ഐഫോൺ വേണ്ട, എനിക്കൊരു കോടീശ്വരി അയക്കാൻ മതി. 10 രൂപ സ്വന്തമായിട്ടുണ്ടായിരുന്നു, ബസ് കയറി ഞാൻ വീട്ടിൽ പോയത്. എന്തോന്ന്? 10 മിനിറ്റിനുള്ളിൽ വരം തരാമെന്ന്. എന്നാ താന്നേ. സദാശിവൻ. ഇതൊക്കെ ആരാണ്? തദാസ്തു. അയ്യോ എന്റെ മാവേലി, അങ്ങ് ഇത്ര നാൾ എവിടെയായിരുന്നു? കണ്ണൂർ സെൻട്രൽ ജയിൽ. അതുപോലെ കണ്ണൂർ മഹർഷിയുടെ കൂട്ടത്തിൽ. അങ്ങ് എന്താണ് വരാൻ താമസിച്ചത്? പരോള് കിട്ടണ്ടേ? എന്തോന്ന്? പരോപകാരം ചെയ്യാനുള്ള കറക്റ്റ് ഡേറ്റ് കിട്ടില്ല, ഇന്നാണ് ഡേറ്റ് കിട്ടുക. അതുകൊണ്ട് ഈ സമയം നോക്കി ഞാൻ അങ്ങ് ഇറങ്ങി പോകുന്നു. അയ്യോ സത്യം പറഞ്ഞാലേ എന്റെ കുഞ്ഞുനാള് തൊട്ട് ഞാൻ മാവേലി കാണാൻ തുടങ്ങിയ, പക്ഷെ ഇപ്പോഴും കണ്ടാലേ എന്തൊരു യുവത്വമാണ്, എന്തൊരു ചൈതന്യമാണ്, എന്തൊരു ആരോഗ്യവാനാണ് അങ്ങ്. ഇഷ്ടപ്പെട്ടു. ഹാപ്പിയോടെ. അയ്യോ മാവേലി. അയ്യോ നാക്കടുത്ത് പറയുകയും ചെയ്തു, ചേട്ടൻ വരുമ്പോ എന്നെ കൊല്ലുമല്ലോ. ഒരു മിനിറ്റ്, യൂണിഫോം എടുക്കാൻ മറന്നുപോയി. അയ്യോ പോയിട്ട് വരാം. അതെ, അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, ആരെ ഈ ബ്രാഗി തൊലിച്ചിട്ടിരിക്കുന്നത്? ഇതാരാന്ന് മനസ്സിലായില്ലേ? ചോട്ടാ ഭീമാന്നോ? ചോട്ടാ ഭീം ഉണ്ടെന്നല്ല, ഇതാണ് മാവേലി. ഇതാ മാവേലിയാണ് തല ഇറങ്ങുന്നത്. അയ്യോ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. അയ്യോ എന്റെ ദൈവമേ, മാവേലിയാണോ ഈ കിടക്കുന്നത്? ആരേലും തല ഇറങ്ങി കിടക്കുന്നുണ്ടാ? എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം, ഇല്ല എനിക്കും തല ഇറങ്ങാം. ആണ്ട പോണ് തട്ടി വിളിച്ചേ അങ്ങോട്ട്. എന്നിട്ടാ ആരാടാ നീ? പ്ലീസ് ഇൻട്രൊഡ്യൂസ് മീ.
ഇതാണ് മാവേലി. ഏത് ഈ കുബേർ കുഞ്ചിയോ? കുബേർ കുഞ്ചിയല്ല ഞാൻ. ഐ ആം റിയാലിറ്റി മാവേലി. മനുഷ്യ സത്യമായിട്ട് ഇത് മാവേലിയാണ്. പോടിയൊന്നും അവന്റെ കാലിൽ സ്ലിപ്പർ കിടക്കുന്നുണ്ടല്ലോ, അത് മാവേലി ഒന്നുമല്ല. എന്ത് ദൈവമേ, ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഇങ്ങനോട്? ഇത് മാവേലിയാണ്. എനിക്കിപ്പോ ഒരു നല്ല സംഭവം ഉണ്ടാണ്, എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ എന്തോ പറഞ്ഞു വെക്കാനാണ്. ആരെ വിളിക്കുന്നത്? അതുകൊണ്ട് ഐജി പതിവില്ലാതെ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നു. അങ്ങോട്ട് പോയാൽ കണ്ട ഉടനെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറയൂ സാർ. തുളസി, ഞാനൊരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താണ് സാർ? നമ്മുടെ ജയിലിൽ ഓണാഘോഷ പരിപാടി നടക്കുകയല്ലേ? ഓണത്തിന്റെ ലക്കി ടിപ്പ് മത്സരത്തിൽ തുളസിക്കാണ് 1ാം സമ്മാനം. ആർക്ക് സാർ? തുളസിക്കാണ് 1ാം സമ്മാനം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു കാര്യം. എന്താ സാർ? താൻ കുറെ നാളായിട്ട് നൈറ്റ് ഡ്യൂട്ടി വേണ്ട എന്ന് പറയുന്നില്ലേ? അതെ. 3 മാസത്തേക്ക് തനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? നൈറ്റ് ഡ്യൂട്ടി ഇല്ല. താൻ ആരാണ് ഈ കിടന്ന് നോക്കുന്നത്? അല്ല സാർ, എന്റെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, വാവാ സുരേഷൻ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. എന്റേത് ഇത് വേറൊരു അതിഥി. ഞാനൊരു കാര്യം വേണം സാർ, ആരോടെങ്കിലും പറയുവോ? ഇല്ല സാറേ, എന്റെ വീട്ടിൽ മാവേലി പ്രത്യക്ഷപ്പെട്ട്. എവിടെ? മാവേലി എവിടെ? കാണിച്ചു തരാം. മാവേലി വന്നേ, സർപ്രൈസ് തരാം കേട്ടോ. ഇത് കണ്ടോ? ഹായ്. ഹായ് സാർ. സാറിനെ അറിയാവോ മാവേലി? അദ്ദേഹവും നമ്മുടെ പ്രജയാണല്ലോ. സാറിന് അറിയാവോ? എടോ, ഞാനൊരു ബാഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ സാർ? ജയിലിൽ ഓണാഘോഷം നടക്കുമ്പോൾ മാവേലിയുടെ വേഷം കെട്ടി നമ്മുടെ ജയിൽ സൂപ്രണ്ടിന്റെ തലക്കടിച്ചിട്ട് ആ വേഷവും കൊട്ടി പ്രതി ജയിലിൽ ചാടിയിട്ടുണ്ട്. ആ പ്രതിയാണ് ഇയാളെ വീട്ടിൽ നിൽക്കുന്നത്. കയ്യോടെ പിടിച്ചാൽ തനിക്കൊരു ഡബിൾ പ്രൊമോഷൻ ഉറപ്പ്. അപ്പൊ സാറ് പ്രൊമോഷന്റെ പേപ്പറെല്ലാം റെഡി ആയിക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അപ്പൊ നീയാണല്ലോ ജയിലിൽ ആദ്യ പ്രതി. അതേ സമ്മതിച്ച്. പക്ഷെ അങ്ങനെ എല്ലാരും കൂടെ എന്നെ പിടിക്കാനുള്ള തീരുമാനമാണെങ്കിൽ എനിക്ക് മുഖത്തൊക്കെ ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കണ്ടോ, അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പുലി അത് ചവിട്ടത് എന്റെ അച്ഛനാണ്. നിനക്കുള്ളത് ഞാൻ വന്നിട്ട് നീ നടക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നാ നിങ്ങൾ അപ്പൂപ്പനെ ചവിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് എന്നെ തല്ലായിരിക്കാൻ പറ്റുമോ? ഇല്ല, നിന്നെ ദീഹാർ ജയിലിൽ കൊണ്ട് ഞാൻ ചവിട്ടി താത്ത. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ കഥയിൽ ഞാൻ ആരാണെന്ന്. ഞാനാണ് ചത്തു വീണ ആ കുരുവി. വിഷ്ണു, ബാസ്റ്റൻ, സഞ്ജിത, എന്ത് തോന്നുന്നു ആഫ്റ്റർ ദ പെർഫോമൻസ്? പോയി. നമുക്ക് എന്താ നേരെ ജഡ്ജസിലേക്ക് പോകാം. അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ഷാജൻ ചേട്ടൻ. നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് പറ്റിയെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കിറ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു പ്ലോട്ട് കൊണ്ടുവരാൻ കാര്യം എന്താ? ഓണം വരുന്നതുകൊണ്ട് അങ്ങനെ എടുത്തതാണോ അതോ അതുകൊണ്ട് തന്നെ എടുത്ത? പക്ഷെ അതിന് തൊട്ട് നമുക്ക് ഫ്രഷ്നെസ് ഒന്നും തോന്നിയില്ല. കാരണം നമുക്കറിയാം പുള്ളി കിണറ്റി ചാടി കഴിയുമ്പം സഞ്ജിത പോയി വെള്ളം കോരാൻ പോവും, പുള്ളി അപ്പോൾ പൊങ്ങി വരും, പുള്ളി പറ്റിക്കും, അവസാനം പുള്ളി പിടിക്കപ്പെടും, പോലീസ് പുള്ളിയെ പിടിച്ചുകൊണ്ട് പോകും എന്നുള്ളതല്ലാതെ അത് ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പ്രഡിക്റ്റബിൾ ആണെങ്കിലും പ്രശ്നമില്ല. ഒരു തമാശ പോലും അതിനകത്ത് നമുക്ക് ചിരിക്കാനുള്ളതില്ലായിരുന്നു. അപ്പം നിങ്ങൾ ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ ചെയ്തിട്ടുള്ളൊരു കോംബോയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പോരാ, ശ്രദ്ധിക്കണം. എപ്പോഴും പുതുമയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്നറിയാം, പക്ഷേ നമുക്കിവിടെ അത് കിട്ടിയേ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളെ കൊണ്ടത് പറ്റും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സഞ്ജിത, കുറച്ചായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? ജോലിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. ജോലി ആയോ? ഓ ശരി ശരി. എവിടെയാണ് ജോലി ചെയ്യുന്നിപ്പോൾ? കൊച്ചിൻ എയർപോർട്ടിൽ. ഏത് സെക്ഷനിലാണ് അവിടെ? ഡ്യൂട്ടി ഫ്രീ സെക്ഷനിലാണ്. ഡ്യൂട്ടി ഫ്രീ. അപ്പം അവിടെ കയറി സാധനം എടുക്കുക അല്ലേ? ഇനി പോയിട്ട് എന്തായാലും സഞ്ജിത തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ വന്ന ഡേ അത്ര നന്നായില്ല എന്ന് തോന്നുന്നു. കാര്യം അവർ രണ്ടുപേരും കുഴപ്പമില്ല കേട്ടോ, ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പമില്ല, തിരഞ്ഞെടുത്ത സബ്ജക്റ്റിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ അകത്ത് ഒരു സാധനവും ഇല്ല. മാവേലി ആദ്യം വന്ന് കിണറ്റി ചാടിയത് ഒരു കണക്കിന് നന്നായി കേട്ടോ. അത്രയും സമയം ലാഭം കിട്ടി, ഒന്നും പറയാതെ. എൻഡിൽ കയറി പിന്നെ ഇതാണെന്നുള്ള പ്രതീക്ഷയും കിട്ടി. സാരമില്ല, അങ്ങനെ എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ റെഡിയാകണമെന്നില്ലല്ലോ. ചില സമയങ്ങളിലൊക്കെ മോശമാകാം, പക്ഷേ എന്നും പറയുന്നത് നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് മോശമാക്കാൻ നിൽക്കരുത്. അപ്പം നല്ല സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ അകത്ത് ഒരു തമാശ പോലും പറയാനില്ല. പിന്നെ ഒരു നല്ലൊരു കയ്യടി തരേണ്ട 2 സ്പോട്ടുണ്ടായിരുന്നു. ഒന്ന് കിണറ്റിൽ വീഴുന്നതിൻ്റെ ആ മ്യൂസിക് വന്ന് വീണതും, ഒന്ന് പക്ഷി വീണതിൻ്റെ ആ സാധനം കണ്ട് കറക്റ്റ് സംഭവമായിരുന്നു. അത് മാത്രം ടൈമിങ്ങിൽ കറക്റ്റ് വന്ന് വീണു, അതിനൊരു കയ്യടി. ആ ടൈം മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്ത ആൾക്കാണ് അതുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഇതൊന്നും പോരാ,
നിങ്ങൾ നല്ലവണ്ണം ചെയ്യുന്നവരല്ലേ, അപ്പം നല്ല സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി മെനക്കെടുക തന്നെ ചെയ്യണം. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഈ ഷോ പോകുന്ന ഏത് പരുവത്തിലാണ്, അത്ര ഹൈപ്പിൽ നിൽക്കുകയാണ് സാധനം. അപ്പം നിങ്ങളായിട്ട് നിങ്ങളുടെ ഭാഗം കുറച്ച് കാണരുത്, നിങ്ങൾ അതിനൊപ്പം വരണം, അതിലേക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ബിജുചേട്ടാ? ഈ പറഞ്ഞുകൊണ്ട് എനിക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളത്. കോമഡി ഒട്ടും ഉണ്ടായിരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി വെച്ച് നോക്കുമ്പോൾ സഞ്ജിതനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഞാനുള്ളപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നത്. സഞ്ജിത എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരെയും കുറിച്ച് അറിയാമല്ലോ, നിങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, രണ്ടും കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ സഞ്ജിത കൂടി കൂടിയപ്പോൾ ആ പെർഫോമൻസിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. നല്ല മണിമണി പോലെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതാണ് കോമഡി, അവിടെ ഇവിടെ നിന്ന് പോലും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കളിക്കുന്ന ആളുകളൊന്നും അല്ല. ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് സിൽവറും ഗോൾഡും ഒക്കെ എന്താ വല്ലപ്പോഴും അല്ല, സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മോശം ആർട്ടിസ്റ്റുകളൊന്നുമല്ല. ഈ ദിവസം നമ്മുടെ അല്ല, അത്രേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. എക്സാക്ട്ലി ബിജുചേട്ടൻ ലാസ്റ്റ് പറഞ്ഞ പോലെ ചില ദിവസങ്ങൾ അങ്ങനെ നമ്മുടെ അല്ല. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും എത്ര മാർക്സ് ആണ് ജഡ്ജസ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഷാജോൻ ചേട്ടാ? ഞാൻ ഇവർക്കൊരു 5000 രൂപ. 5000, 5000. ബിജുചേട്ടാ? ഞാനും കൊടുക്കാം 5000 രൂപ. 5000, ഓക്കെ. 10000 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ ആയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് 15,000. അപ്പോൾ 5 വെച്ചിട്ട് 3 ജഡ്ജസ് നിന്നുണ്ട്. 15000 രൂപ. കുഴപ്പമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ്. അടുത്തതിൽ എന്തായാലും ഒരു ഗോൾഡനോ സിൽവറോ ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സ്കിറ്റുകളും ചിരികളും തമാശകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudeep signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.